നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാമത്തെ യൂണിറ്റ് ആണ്. വാക്കുകൾ സർഗതാളങ്ങൾ എന്നതാണ് യൂണിറ്റിന്റെ പേര്. അപ്പോ സർഗതാളങ്ങൾ, വാക്കുകൾ സർഗതാളങ്ങളാവുന്നത് എപ്പോഴാണ്? സർഗാത്മകമായിട്ടുള്ള രചനയിലൂടെയാണ് എന്ത് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരിലും അവരുടെ ഉള്ളിലുള്ള കഴിവ്, സർഗാത്മകമായിട്ടുള്ള കഴിവുകളാണ് ഇന്ന് നാം കാണുന്ന ഓരോ സാഹിത്യ രചന, നോവലായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, വേറെ എന്ത് കൃതികളായിക്കോട്ടെ, വേറെ എന്ത് സാഹിത്യശാഖയായിക്കോട്ടെ, അതൊക്കെ തന്നെ സർഗാത്മകതയുടെ സൃഷ്ടി തന്നെയാണ്. അപ്പോ വാക്കുകൾ സർഗതാളങ്ങൾ എന്ന നമ്മുടെ 4ാമത്തെ യൂണിറ്റിലെ ഒരു പ്രദേശിക പ്രവർത്തനമായിട്ട് കടന്നു വരുന്നത് പാബ്ലോ നെരൂദ എന്ന് പറയുന്ന എഴുത്തുകാരൻ, ചിലിയിലെ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം കഥാകൃത്താണ്, അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആയിരുന്നു. അപ്പോ അദ്ദേഹത്തിന് കവിത വന്ന വഴി എങ്ങനെയാണ്, അദ്ദേഹം ഒരു സാഹിത്യകാരനായിട്ട് മാറിയ സാഹചര്യത്തെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവേശക പ്രവർത്തനത്തോട് കൂടിയിട്ടാണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത്. വാക്കുകൾ സർഗതാളങ്ങൾ എന്നതാണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റിന്റെ പേര്. ഇനി ഈ യൂണിറ്റിലെ 3 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഒന്നാമത്തെ പാഠം ശരൺ കുമാർ ലിംബാളെ എന്ന് പറയുന്ന മറാഠി സാഹിത്യകാരന്റെ, അല്ലെങ്കിൽ മറാഠി സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിട്ടുള്ള ശരൺ കുമാർ ലിംബാളയുടെ അദ്ദേഹത്തിന്റെ ആത്മകഥോപാഖ്യാനമായ അകർമാഷി എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തു ചേർത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേ പേരിൽ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗവും അറിയപ്പെടുന്നത്. അകർമാഷി എന്ന പേരിൽ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗവും ഉള്ളത്. അപ്പോ അതിലെ എങ്ങനെയാണ് ശരൺ കുമാർ ലിംബാളെ എന്ന് പറയുന്ന സാഹിത്യകാരൻ, അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം തുടങ്ങുന്നത് എവിടെയാണ്? പട്ടണയും ദാരിദ്ര്യവും, അതിൽ നിന്ന് അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് കടക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ത്വരയെ കുറിച്ചും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എനിക്ക് പഠിച്ച് നേടണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ കുറിച്ചും, തുടർന്ന് സ്കൂൾ പഠന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യം ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും അനുകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹപാഠികൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് അകർമാഷി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ശരൺ കുമാർ ലിംബാളെ നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ സാഹിത്യ രചനകൾ സൃഷ്ടിക്കുവാനും അതേപോലെ തന്നെ എഴുത്തിനോടുള്ള ആഭിമുഖ്യം എങ്ങനെയാണ് കടന്നു വന്നത്, അതൊക്കെ തന്നെയാണ് അകർമാഷിയിലെ പറയുന്നത്. 2ാമത്തെ പാഠം എസ്.കെ. പൊറ്റേക്കാട് എന്ന് പറയുന്ന സാഹിത്യകാരനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും മുൻ ക്ലാസ്സുകളിലൊക്കെ തന്നെ നമ്മൾ യാത്രാ വിവരണത്തെ കുറിച്ച്, യാത്രാ വിവരണം, ഒരു സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്തെ കൃത്യമായിട്ടുള്ള വിവരണം, ആ സ്ഥലത്തെ വഴിയെ കുറിച്ചും അതേപോലെ തന്നെ അവിടുത്തെ ഭക്ഷണ രീതിയെ കുറിച്ചും അവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നതിനെയാണ് യാത്രാ വിവരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ യാത്രാ വിവരണം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എസ്.കെ. പൊറ്റേക്കാട് എന്ന് പറയുന്ന സാഹിത്യകാരൻ എങ്ങനെയാണ് അദ്ദേഹം ഒരു നല്ല സാഹിത്യകാരനായിട്ട് മാറിയത്, അതിനൊക്കെ പിന്നിലൊരു കഥയുണ്ട്. അപ്പൊ ആ ഒരു കഥയാണ് ഞാൻ കഥാകാരനായ കഥ. എങ്ങനെയാണ് എസ്.കെ. പൊറ്റേക്കാട് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ നേടിയ പൊറ്റേക്കാട് അദ്ദേഹം എങ്ങനെയാണ് തന്റെ ആദ്യത്തെ കഥ എഴുതിയത്, അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നതൊക്കെയാണ് ഈ ഞാൻ കഥാകാരനായ കഥയിലൂടെ എസ്.കെ. പൊറ്റേക്കാട് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത ഒരു കവിതയാണ് വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന് പറയുന്ന കവിത. അദ്ദേഹത്തിന്റെ മുളങ്കാട് എന്ന കവിത കൃതിയിൽ നിന്ന് എടുത്തു ചേർത്തതാണ് അശ്വമേധം എന്ന് പറയുന്ന കവിത. അപ്പോ അതിലെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും മാനവ ചരിത്രത്തെ കുറിച്ചാണ്. അതായത് മനുഷ്യന്റെ സർഗശേഷിയിലൂടെ തന്നെയാണ് മാനവ ചരിത്രത്തിന്റെ പുരോഗതി എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്.
അതായത് ഓരോ മനുഷ്യന്റേതായിട്ടുള്ള സർഗശേഷിയാണ് തീർച്ചയായിട്ടും മനുഷ്യന്റെ ഓരോ കാര്യത്തിനും വിജയം കൈവരിക്കാനായിട്ട് ഏറ്റവും പ്രാപ്തനാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോ പണ്ടത്തെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അനീതികളും അനാചാരങ്ങളും ഒക്കെ നടമാടിയിരുന്ന ഇന്ത്യ അല്ലെങ്കിൽ കേരളം. അപ്പൊ ആ ഒരു കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭരണത്തിനെ തൂലിക പടവാളാക്കിയാണ് അന്നത്തെ സാഹിത്യകാരന്മാരെ തങ്ങൾ അനുഭവിക്കുന്ന അനീതികളെ കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നത്. അപ്പോ മനുഷ്യന്റെ ചരിത്രത്തിന്റെ ആ ചരിത്രത്തെ കുറിച്ചും അതേപോലെ തന്നെ മാനവ വംശത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സർഗാത്മകമായിട്ടുള്ള രചന തന്നെയാണ് എന്ന കാര്യമൊക്കെയാണ് വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന് പറയുന്ന കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രവേശക പ്രവർത്തനത്തിലേക്ക് കടക്കാം. അതില് പറയുന്നു പാബ്ലോ നെരൂദ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ചിത്രം നമുക്കൊന്ന് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും പാബ്ലോ നെരൂദ എന്ന് പറയുന്ന എഴുത്തുകാരൻ ചിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. ചിലിയിലെ പാർലറിൽ 1904 ജൂലൈ 12 നെരൂദ ജനിച്ചത്. നെരൂദയ്ക്ക് 2 മാസം പ്രായമുള്ളപ്പോൾ മാതാവ് റോസ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ നാമം റിക്കാർഡോ എലിസർ നെഫ്താലി റെയ്സ് ബസോ ആൾട്ടോ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അറിയപ്പെടുന്നത് പാബ്ലോ നെരൂദ. അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകൾ എഴുതുന്ന ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് തൂലികാ നാമം എന്ന് പറയില്ലേ നമ്മള്. അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ തന്നെ പാബ്ലോ നെരൂദ എന്ന പേരിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ പാബ്ലോ നെരൂദ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നെരൂദയ്ക്ക് 2 മാസം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് റോസ മരണപ്പെട്ടു. റെയിൽവേ എഞ്ചിൻ ഡ്രൈവർ ആയിരുന്ന പിതാവിന്റെ സംരക്ഷണയിലായിരുന്നു പിന്നീട് നെരൂദ കഴിഞ്ഞത്. നെരൂദയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ കുടുംബം പർലാളിൽ നിന്ന് ടെമുക്കോയിലേക്ക് താമസം മാറി. ടെമുക്കോയിലെ ജീവിതകാലമാണ് കവിതയുടെ ലോകത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു 10 വയസ്സിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം കൃതികള് എഴുതാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ഒരുപാട് നല്ല കൃതികളൊക്കെ 10 വയസ്സിന്റെ ഉള്ളില് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതി തീർച്ചയായിട്ടും പ്രകൃതിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന വളരെ അധികം ബന്ധമുള്ള കൃതികള് തന്നെ ആയിരുന്നു. 10 വയസ്സിനുള്ളിൽ നെരൂദ എഴുതി തീർത്ത ചെറുതും വലുതുമായിട്ടുള്ള കവിതകൾ നിറയെ പ്രകൃത്യ ഉപാസനയുടെ അഭിജാത സുഗന്ധം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം എഴുതി തീർത്ത കവിതകളൊക്കെ തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയായിരുന്നു. അപ്പോ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പ്രവേശക പ്രവർത്തനത്തിൽ പാബ്ലോ നെരൂദ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നു താൻ എങ്ങനെയാണ് ഒരു സാഹിത്യകാരനായിട്ട് മാറിയത്. ആ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. പാഠബുക്ക് എടുക്കുക, ശ്രദ്ധിക്കുക. ആ പ്രായത്തിലാണ് എന്നെ കവിത തേടി വന്നണഞ്ഞത്. എനിക്കറിയില്ല എവിടെ നിന്നാണത് വന്നെത്തിയതെന്ന് എനിക്ക് അറിയില്ല. കുളിർത്ത് വിറയ്ക്കുന്ന ശിശിരത്തിൽ നിന്നോ പതഞ്ഞൊഴുകുന്ന നദിയിൽ നിന്നോ എങ്ങനെയാണെന്നോ എപ്പോഴാണെന്നോ എനിക്ക് അറിയില്ല. അതായത് പാബ്ലോ നെരൂദ എന്ന് പറയുന്ന സാഹിത്യകാരൻ പറയുകയാണ് ആ ഒരു കുട്ടിക്കാലത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എപ്പോഴാണ് എന്റെ ഉള്ളിലേക്ക് കവിത വന്നത് എന്നെനിക്ക് അറിയുന്നില്ല. അതായത് കുളിർത്ത് വിറയ്ക്കുന്ന ആ മഞ്ഞ് പെയ്യുന്ന ആ രാത്രിയിൽ നിന്നാണോ, ശിശിരകാലത്തിൽ നിന്നാണോ, മഞ്ഞിനെയൊക്കെ കണ്ടിട്ട് നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതിയെ കണ്ടപ്പോഴാണോ തന്റെ ഉള്ളിലേക്ക് കവിത ആദ്യമായിട്ട് കയറി വന്നത്? അതോ പതഞ്ഞൊഴുകുന്ന നദിയിൽ നിന്നോ, പതഞ്ഞ് നല്ല നിർമ്മലമായിട്ടുള്ള വെള്ളം ഒഴുകുന്ന ആ നദി കണ്ടപ്പോഴാണ് എന്റെ ഉള്ളിലേക്ക് കവിത എഴുതാനുള്ള ആഗ്രഹം കടന്ന് വന്നത്? എനിക്ക് അങ്ങനെ ഒന്നും തന്നെ അറിയുന്നില്ല. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാം ശൂന്യതയിൽ നിന്നല്ല അദ്ദേഹത്തിന് കവിത എഴുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സർഗശേഷി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പ്രകൃതിയെ കണ്ടതുകൊണ്ട് മാത്രമാണ്. പ്രകൃതിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പാബ്ലോ നെരൂദ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ഉള്ളിലേക്ക് സാഹിത്യം സൃഷ്ടിക്കുവാനുള്ള തീർച്ചയായിട്ടും സാഹിത്യ അഭിരുചി കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ
മുൻപിൽ അദ്ദേഹം കാണുന്ന പ്രകൃതിയെയും അതേപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തെയും കണ്ടതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് അറിയാം ശൂന്യതയിൽ നിന്നല്ല അദ്ദേഹത്തിന്റെ കവിത തേടി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം കണ്ട, അദ്ദേഹം അറിഞ്ഞ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഇതാണ് പാബ്ലോ നെരൂദ എന്ന് പറയുന്ന ആ ഒരു സാഹിത്യകാരൻ എങ്ങനെയാണ് നാം ഇന്നറിയപ്പെടുന്ന വിശ്വ സാഹിത്യകാരനായിട്ട് മാറിയത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ്, പ്രകൃതി തന്നെയാണ് നമ്മുടെയൊക്കെ എന്താണ് സർഗാത്മകതയുടെ അല്ലെങ്കിൽ സാഹിത്യ രചനയുടെ ഒക്കെ അടിസ്ഥാനമായിട്ട് ഇന്നും എന്താണ് വർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയാൻ പോകുന്നത്. ഒരു സാഹിത്യ രചനയ്ക്ക് വർണ്ണ വിഷയമാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓരോ സാഹിത്യകാരന്മാരും അവരുടെ കൃതിക്ക് വിഷയമാക്കുന്നത്. അത് നോവലായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, കഥയായിക്കോട്ടെ, വിമർശനമായിക്കോട്ടെ, മറ്റെന്ത് സാഹിത്യ ശാഖയുമായിക്കോട്ടെ, അതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പ്രകൃതിയെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തെ തന്നെയാണ്. നമ്മുടെ സമൂഹം തന്നെയാണ് സാഹിത്യത്തിനെ വർണ്ണ വിഷയമായിട്ട് മാറുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഏതൊരാളുടെയും സാഹിത്യ രചനയുടെ അല്ലെങ്കിൽ ഏതൊരു സാഹിത്യകാരനെ എടുത്തു നോക്കിയാലും അവരുടെ കൃതി തീർച്ചയായിട്ടും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ്. അപ്പോ തീർച്ചയായിട്ടും ഒരു സാഹിത്യകാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ്, സാമൂഹ്യ ജീവിയാണ് അല്ലെ. നമ്മുടെ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ, അവരിൽ നിന്നാണല്ലോ ഓരോ കൃതികളും ഉണ്ടാകുന്നത്. അപ്പോ മനുഷ്യൻ അല്ലെങ്കിൽ ഓരോ സാഹിത്യകാരനും സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ അവൻ എന്താണ്, ഈ പ്രകൃതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് അവൻ ജീവിക്കുന്നത്. അപ്പോ അവന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അവൻ കണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവന്റെ സാഹിത്യ സൃഷ്ടിക്ക് അല്ലെങ്കിൽ സാഹിത്യ രചനയ്ക്ക് വർണ്ണ വിഷയമാക്കി മാറ്റുന്നത്. അപ്പോ തീർച്ചയായിട്ടും എന്താണ്, വാക്കുകൾ സർഗതാളങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റിലെ വാക്കുകൾ ഒരാളുടെ ഉള്ളിലെ ഒരു സാഹിത്യകാരൻ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല കവി ആകണമെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ഉള്ളിലെ പ്രതിഭ ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവരും എന്താണ് പല കാര്യങ്ങളും കാണുന്നുണ്ട് അല്ലെ, പക്ഷെ നമ്മളെല്ലാവരെ കൊണ്ടും ആ ഒരു കാര്യത്തെ എന്താണ് എഴുത്തിലൂടെ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനായിട്ട് ചില ആളുകൾക്ക് ഒരു പ്രത്യേക തരം കഴിവുണ്ട്, അല്ലെങ്കിൽ അവന്റെ ഉള്ളിലുള്ള പ്രതിഭയെ കുറിച്ച് ആ പ്രതിഭ തന്നെയാണ് ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ഒരു നല്ല സാഹിത്യകാരനാക്കിയിട്ട് മാറ്റുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയും അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചവും നമ്മുടെ സമൂഹവും ആ സമൂഹത്തിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓരോ സാഹിത്യകാരനും അവന്റെ രചനയ്ക്ക് വർണ്ണ വിഷയമാക്കിയിട്ട് മാറ്റുന്നത്. അപ്പൊ പാബ്ലോ നെരൂദയുടെ ആ പ്രവേശക പ്രവർത്തനം അതിലെ ഒരു എന്താണ് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. വരികളുടെ ആശയം ചർച്ച ചെയ്യുക. എന്താണ് ഈ വരിയിലൂടെ പാബ്ലോ നെരൂദ നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്? തീർച്ചയായിട്ടും ആ വരികൾ വായിച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ കുറിച്ച് നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കും. ഇനി നമുക്ക് എടുക്കാനുള്ളത് എസ്.കെ. പൊറ്റേക്കാട് എന്ന് പറയുന്ന സാഹിത്യകാരന്റെ ഞാൻ കഥാകാരനായ കഥ. അപ്പോ ഇതിലെ എസ്.കെ. പൊറ്റേക്കാട് നമ്മളൊക്കെ അറിയപ്പെടുന്ന എസ്.കെ. പൊറ്റേക്കാട് തീർച്ചയായിട്ടും കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് യാത്രാ വിവരണമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താണ് സവിശേഷമായിട്ട് മലയാള സാഹിത്യത്തിന് അധികം സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ എന്താണ് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണം തന്നെയാണ്. അപ്പോ അദ്ദേഹം മലയാളത്തിൽ അല്ലെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എസ്.കെ. പൊറ്റേക്കാട്. അതുകൂടാതെ കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ തന്നെ മാറിക്കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒക്കെ മേടിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരനാണ് എസ്.കെ. പൊറ്റേക്കാട്. അപ്പോ അദ്ദേഹം ഇത്രയും എന്താണ് മലയാളത്തിന് ഇത്രയും കൃതികളൊക്കെ തന്നെ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയാണ് ഞാൻ ഒരു നല്ല സാഹിത്യകാരനായിട്ട് മാറിയത്. അദ്ദേഹത്തിന്റെ വിലയിരുത്തലാണ്, ഞാൻ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട്, എനിക്ക് എഴുതാനുള്ള ഒരു കഴിവുണ്ട് എന്നത് ഞാൻ തിരിച്ചറിഞ്ഞത് ഏത് കാലഘട്ടത്തിലാണ് എന്നതിനെ കുറിച്ച് ആണ് അദ്ദേഹം എസ്.കെ. പൊറ്റേക്കാട് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഞാൻ കഥാകാരനായ കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി എസ്.കെ. പൊറ്റേക്കാടിന്റെ ചിത്രം കാണാം, അദ്ദേഹത്തിന്റെ കൃതികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് എസ്.കെ. പൊറ്റേക്കാട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. എന്നിരുന്നാൽ കൂടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം.
ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനും കവിയുമാണ് എസ്.കെ. പൊറ്റേക്കാട്. അപ്പൊ എന്താണ്, സഞ്ചാര സാഹിത്യകാരനാണ്. ഓരോ സ്ഥലത്തേക്ക് സഞ്ചരിച്ച് അവിടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് വർണ്ണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് സഞ്ചാര സാഹിത്യം എന്ന് പറയപ്പെടുന്നത്. അപ്പോ ഭാരതത്തിലെ തന്നെ ആദ്യത്തെ സഞ്ചാര സാഹിത്യമായിട്ട് അറിയപ്പെടുന്നത് വർത്തമാന പുസ്തകമാണ്. പാറമേക്കൽ തോമ കത്തനാരുടെ വർത്തമാന പുസ്തകമാണ് ആദ്യത്തെ സഞ്ചാര സാഹിത്യമായിട്ട് കണക്കാക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആ പാറമേക്കൽ തോമ കത്തനാരുടെ സഞ്ചാര സാഹിത്യമായിട്ടുള്ള വർത്തമാന പുസ്തകം, അതിലെ അദ്ദേഹം സഞ്ചരിച്ച നാടുകളിലെ അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ആവിഷ്കാരം തന്നെയാണ് പാറമേക്കൽ തോമ കത്തനാര് നടത്തിയിട്ടുള്ളത്. അതേപോലെ അതിന്റെ പാത പിന്തുടർന്ന് തന്നെയാണ് എസ്.കെ. പൊറ്റേക്കാട് തന്റെ കൃതികളെല്ലാം തന്നെ, അല്ലെങ്കിൽ എന്താണ് സഞ്ചാര സാഹിത്യം, അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ എല്ലാം തന്നെ. എസ്.കെ. പൊറ്റേക്കാടിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട് എന്നാണ്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട് എന്നാണ് എസ്.കെ. പൊറ്റേക്കാട് എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്. അത് നന്നായിട്ട് ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ കേട്ടിട്ടുള്ളത് എസ്.കെ. പൊറ്റേക്കാട് എന്നാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട് എന്നതാണ്. അദ്ദേഹം 1913 മാർച്ച് 14 അദ്ദേഹം ജനിച്ചത്. അച്ഛൻ കുഞ്ഞിരാമൻ പൊറ്റേക്കാട്. അച്ഛൻ ഒരു ഇംഗ്ലീഷ് സ്കൂൾ അധ്യാപകനായിരുന്നു. കോഴിക്കോട് ചാലപ്പുറം ഗണപത് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. കോഴിക്കോട് സാമൂതിരി കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് നേടിയ ശേഷം കോഴിക്കോട്ടെ ഗുജറാത്തി വിദ്യാലയത്തിൽ 1937-39 വർഷങ്ങളിൽ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. ഇക്കാലത്താണ് അദ്ദേഹത്തിന് യാത്രകളിൽ താല്പര്യം ജനിച്ചത്. 1939 ബോംബെയിലേക്കുള്ള യാത്രയിൽ നിന്നാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ കീർത്തിയുടെ അടിസ്ഥാനമായ ലോക സഞ്ചാരങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോ ഞാൻ ആദ്യമായിട്ട് ബോംബെയിലേക്ക് പോയ ആ യാത്ര അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. കുറച്ചു കാലം ബോംബെയിൽ ജോലി ചെയ്തു. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുവാൻ ഈ കാലയളവിൽ അദ്ദേഹം പരിശ്രമിച്ചു. അപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുകയാണ് ഉണ്ടായത്. തന്റെ ജീവിതാവബോധവും സാഹിത്യാഭിരുചിയും നവീകരിച്ച അനുഭവങ്ങളാണ് സഞ്ചാരങ്ങളിലൂടെ പൊറ്റേക്കാടിനെ നൽകിയിട്ടുള്ളത്. അപ്പോ ഒരുപാട് സ്ഥലങ്ങളിലെ അദ്ദേഹം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു, ഇന്ത്യക്ക് പുറത്തും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു സഞ്ചാരം തന്നെയാണ് അദ്ദേഹത്തിനെ ഇത്രയും മനോഹരമായിട്ടുള്ള യാത്രാ വിവരണങ്ങൾ എഴുതുവാനായിട്ട് അങ്ങനെ തയ്യാറാക്കി മാറ്റിയത്. അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ജയവല്ലിയായിരുന്ന പൊറ്റേക്കാടിന്റെ ഭാര്യ. 1950 ഇവരുടെ വിവാഹം. ഈ ബന്ധത്തിൽ അവർക്ക് 4 മക്കളുണ്ടായി, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. 1980 ജയവല്ലിയുടെ മരണം പൊറ്റേക്കാടിനെ തളർത്തി. കടുത്ത പ്രമേഹബാധിതൻ കൂടിയായിരുന്ന അദ്ദേഹം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് 1982 ഓഗസ്റ്റ് 6 കോഴിക്കോട് വെച്ച് അന്തരിച്ചു. അന്തരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഇനി അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തെ കുറിച്ച് നോക്കാം. കോഴിക്കോട് സാമൂതിരി കോളേജ് മാഗസിൻ വന്ന രാജനീതി എന്ന കഥയായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. അദ്ദേഹത്തിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ രാജനീതി എന്നതാണ്. 1929 കോഴിക്കോട്ട് നിന്നുള്ള ആത്മവിദ്യ കാഹളത്തിൽ മകനെ കൊന്ന മദ്യം എന്ന ഒരു കവിത പ്രസിദ്ധപ്പെടുത്തി. 1939 എറണാകുളത്ത് നിന്ന് മൂർക്കോത്ത് കുമാരന്റെ പത്രാധിപത്യത്തിലുള്ള ദീപം എന്ന മാസികയിൽ ഹിന്ദു മുസ്ലിം മൈത്രി എന്ന കഥയും പുറത്തു വന്നു. തുടർന്ന് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ തുടർച്ചയായി കഥകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അദ്ദേഹം മാതൃഭൂമി ആഴ്ച പതിപ്പിലെ കഥകൾ എഴുതാൻ തുടങ്ങി. 1939 ബോംബെയിൽ വെച്ചാണ് ആദ്യത്തെ നോവൽ നാടൻ പ്രേമം എഴുതുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കഥ രാജനീതിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ് നാടൻ പ്രേമം. അത് നോട്ട് ചെയ്ത് വെക്കുക. നാടൻ പ്രേമം എന്നതാണ് അദ്ദേഹത്തിന്റെ നോവല്, ആദ്യത്തെ നോവലിന്റെ പേര്.
കാൽപ്പനിക ഭംഗിയാർന്ന ഈ രചന ഇദ്ദേഹത്തിനെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരോടൊപ്പം സ്ഥാനം നേടിക്കൊടുത്തു. അപ്പോ നാടൻ പ്രേമം എന്ന് പറയുന്ന നോവൽ എഴുതിയതോടുകൂടി ആ ഒരു സാഹചര്യത്തിലെ ആ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിരുന്ന നോവലിസ്റ്റുകളുടെ ഇടയിലേക്ക് തീർച്ചയായിട്ടും അവരുടെ ഒപ്പം നിൽക്കുവാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മുടെ എസ്.കെ. പൊറ്റേക്കാട് മാറുകയാണ് ഉണ്ടായത്. 1940 മലബാറിലേക്കുള്ള തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ കഥ പറയുന്ന വിഷകന്യക പ്രസിദ്ധീകരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് ഉള്ളത് വിഷകന്യക എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് 1940 ഒരു കാലഘട്ടത്തിലെ മലബാറിലേക്കുള്ള തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ അവിടുത്തെ ആളുകളുടെ കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു കാര്യങ്ങളാണ് വിഷകന്യക എന്ന് പറയുന്ന നോവലില് പറയുന്നത്. മദ്രാശി സർക്കാരിന്റെ പുരസ്കാരം ഈ നോവലിന് ലഭിച്ചു. ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1962 ഒരു തെരുവിന്റെ കഥ എന്നതിനെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി 1973 ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അവാർഡും 1997 ലഭിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം 1980 ലഭിച്ചു. നാടൻ പ്രേമം, മൂടുപടം, പുള്ളിമാൻ, ഞാവൽപ്പഴങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അത് എന്താക്കി മാറ്റിയിട്ടുണ്ട്? സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കൃതികള്, പ്രശസ്തമായിട്ടുള്ള കൃതികൾ നമുക്ക് നോക്കാം. 1937 രചിച്ച മല്ലികാദേവി, 41 നാടൻ പ്രേമം, 45 പ്രേമശിക്ഷ, 48 മൂടുപടം. ഇതിലെ മൂടുപടം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാനാവാത്തൊരു കൃതി തന്നെയാണ് മൂടുപടം. 1948 വിഷകന്യക, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതിയാണ്. 1959 കറാമ്പു, 1960 ഒരു തെരുവിന്റെ കഥ, 1971 ഒരു ദേശത്തിന്റെ കഥ, 1974 കുരുമുളക്, 1979 കബീന, നോർത്ത് അവന്യൂ തുടങ്ങിയൊക്കെയാണ് അദ്ദേഹത്തിന്റെ നോവല്. ഇനി ഒരുപാട് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ചന്ദ്രകാന്തം, മണിമാളിക, രാജമല്ലി, നിശാഗന്ധി, പുള്ളിമാൻ, അങ്ങനെ ഒട്ടേറെ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ കൃതികള് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില കൃതികളൊക്കെ മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു ഭാഷകളിലേക്ക് ഇംഗ്ലീഷിലും അതേപോലെ തന്നെ ജർമ്മൻ ഭാഷയിലും ഒക്കെ അദ്ദേഹത്തിന്റെ കൃതികൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹം നമ്മൾ അറിയപ്പെടുന്നത് യാത്രാ വിവരണം അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യകാരൻ എന്താണ്? ഇനി അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തെ കുറിച്ച് നമുക്ക് നോക്കാം. അടുത്തത് 1947 രചിച്ച കാശ്മീർ, 1949 യാത്രാ സ്മരണകൾ, 1951 കാപ്പിരികളുടെ നാട്ടിൽ, അത് ഇമ്പോർട്ടന്റ് ആണ്. 1951 രചിച്ച കാപ്പിരികളുടെ നാട്ടിൽ, 54 സിംഹഭൂമി, നയൽ ഡയറി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ബാലിദ്വീപ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. അതേപോലെ തന്നെ ഹിമാലയ സാമ്രാജ്യത്തിൽ, പാതിര സൂര്യന്റെ നാട്ടിൽ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതി തന്നെയാണ്. ഇനി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ബഹുമതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒരു തെരുവിന്റെ കഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരു ദേശത്തിന്റെ കഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം ജേതാവാണ് അദ്ദേഹം. കോഴിക്കോട് സർവകലാശാല 1982 അദ്ദേഹത്തിന് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചിട്ടുണ്ട്. 2003 തപാൽ സ്റ്റാമ്പിലെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഞാൻ കഥാകാരനായ കഥയിലേക്ക് കടക്കാം. എസ്.കെ. പൊറ്റേക്കാട് എന്ന് പറയുന്ന എഴുത്തുകാരനും എങ്ങനെയാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനായിട്ട് മാറിയത് എന്നതാണ് ഈ ഒരു ഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നത്, നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗത്തില് പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ സർഗാത്മക രചന അല്ലെങ്കിൽ സർഗശേഷി എന്ന് പറയുന്നത് അനിർവചനീയമാണ്. നമുക്കൊന്നും തന്നെ നിർവചിക്കാനാവാത്ത വിധത്തിലുള്ളതാണ്. ഓരോ ആളുകൾക്കും അവരുടെ ഉള്ളില് ഒരുപാട് കഴിവുകളുണ്ട്, അതൊന്നും തന്നെ നമുക്ക് നിർവചിക്കാനാവില്ല. തീർച്ചയായിട്ടും ഈ സർഗശേഷി തന്നെയാണ് മാനവ ചരിത്രത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനമായിട്ട് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഇപ്പോ ഓരോ സാഹിത്യകാരന്മാരെ കുറിച്ച് എടുത്തു നോക്കിയാലും അവരുടെ ജീവിതം എന്ന് പറയുന്നത്, ഇപ്പൊ എസ്.കെ. പൊറ്റേക്കാടിന്റെ ജീവിതം 69 വയസ്സിൽ അദ്ദേഹം മരിച്ചു. പക്ഷെ ഈ ഒരു കാലയളവില് അദ്ദേഹം എത്ര
കൃതികളാണ് മലയാളത്തിനായിട്ട് സംഭാവന ചെയ്തിട്ടുള്ളത്. ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്, ആത്മകഥയുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് യാത്രാ വിവരണങ്ങളുണ്ട്. അപ്പോ ഇതൊക്കെ തന്നെ ഒരു എന്താണ് മലയാളം പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മലയാളത്തെ ഐച്ഛികമായിട്ട് എടുക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൃതികള് വളരെ അധികം എന്താണ് സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. അപ്പോ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗത്തിലെ എസ്.കെ. പൊറ്റേക്കാട് എങ്ങനെയാണ് ഒരു നല്ല കഥാകാരനായിട്ട് മാറിയത്? അപ്പൊ അദ്ദേഹം പറയുന്നു, അദ്ദേഹം എന്താണ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ച്, ആ ഒരു കാലഘട്ടത്തിലാണ് അതുവരെ അദ്ദേഹം എന്താണ് കുറച്ചൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ എഴുത്തിലേക്കാണ് തന്റെ ജീവിതം എന്ന് പറയുന്നത് സാഹിത്യരചന തന്നെയാണ് എന്ന് അദ്ദേഹത്തിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു വൃദ്ധ വരികയും വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ വരികയും ആ സ്ത്രീയുടെ മകന് വേണ്ടിയിട്ട് എന്താണ് ഈ വൃദ്ധ വളരെ കഷ്ടപ്പെട്ട് വീട്ടുപണിക്കൊക്കെ പോയി പഠിപ്പിച്ച് വലുതാക്കിയിട്ടുള്ള മകൻ എന്താണ് ജോലി സംബന്ധമായിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് എന്താണ് ജോലിക്കായിട്ട് പോയ ശേഷം എന്താണ് തന്റെ മാതാവിനെ മറന്നു പോവുകയും അല്ലെങ്കിൽ മാതാവിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിക്കാതിരിക്കുകയും ഈ വൃദ്ധയുടെ നിർദ്ദേശപ്രകാരം വൃദ്ധയ്ക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങള് എന്താണ് എസ്.കെ. പൊറ്റേക്കാട് എഴുതുന്നു. ആർക്കാണ് എഴുതുന്നത്? വൃദ്ധയുടെ മകന് എഴുതുകയാണ്. അമ്മയുടെ വിശേഷങ്ങളും മകന്റെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട് അമ്മ ഈ വൃദ്ധ പറയുന്ന കാര്യങ്ങൾ എസ്.കെ. പൊറ്റേക്കാട് കത്തായിട്ട് എഴുതുകയാണ്. അപ്പോ ഈ കത്ത് എഴുതുമ്പോൾ എസ്.കെ. പൊറ്റേക്കാട് പറയുന്നു, വൃദ്ധ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ കൂടി എന്താണ് പൊടിപ്പും പൊങ്ങലും വെച്ചിട്ടാണ് ഞാൻ എന്താണ് കത്ത് പൂർത്തിയാക്കിയത് എന്നൊക്കെയാണ് നമ്മുടെ എസ്.കെ. പൊറ്റേക്കാട് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഈ പാഠം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു പാഠം തന്നെയാണിത്. ഞാൻ കഥാകാരനായ കഥ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്. നന്നായിട്ട് വായിച്ചു നോക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.